കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യം അതീവ ഗൗരവതരമായ വെല്ലുവിളികളെ നേരിടുകയാണെന്നും ജനാധിപത്യത്തെ പണാധിപത്യം അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യപരമായ ഇന്നത്തെ പരിമിതമായ സൗകര്യം പോലും ഇല്ലാതാക്കുന്ന സ്ഥിതിയിലുണ്ട്. രണ്ട്, മതനിരപേക്ഷത പൂർണ്ണമായി അട്ടിമറിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം. മൂന്ന്, നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങൾ പൂർണ്ണമായി തകർക്കപ്പെടും. നാല്, ഒരു മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമത്തിലേക്ക് ഭരണാധികാരികൾ അതിവേഗം നീങ്ങുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒന്നായി എടുക്കുമ്പോൾ സമീപ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠവും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ബഹുജനങ്ങൾ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ ശക്തമായ ചില നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് വരുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തുകയാണ്. കോടതിയിൽ നിന്നും ലഭിച്ച അനുകൂല വിധികളാണ് ജനാധിപത്യത്തിന്റെ നിലവിൽ ആശ്വാസമായിരിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോപ്പസ് മാത്യു അധ്യക്ഷനായിരുന്നു. LDF മുൻ കൺവീനർ വൈക്കം വിഷൻ, CPI നേതാവ് അഡ്വക്കേറ്റ് VV വിനു, അഡ്വക്കേറ്റ് K അനിൽകുമാർ, രാജീവ് നെല്ലിക്കുന്ന്, KN വേണുഗോപാൽ, ജോസ് ഇടവഴിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. MP എന്ന നിലയിൽ തനിക്ക് ലഭിച്ച മുഴുവൻ തുകയും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതെന്ന് തോമസ് ചാഴിക്കാടൻ MP പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് 24,500 രൂപയാണ്. ഏറ്റവും കൂടിയത് മണിയൂർ പഞ്ചായത്തിൽ അവിടുത്തെ ഏരിയ സെക്രട്ടറി നിർദ്ദേശിച്ചതനുസരിച്ച് ഒരു കുടിവെള്ള പദ്ധതിക്ക് ഒരു പട്ടികജാതി കോളനിയില് 34 ലക്ഷം രൂപയാണ്. അങ്ങനെ 286 പദ്ധതികൾക്കായി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ പോലും ഒഴിവാക്കാതെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും MP ഫണ്ട് എത്തിക്കാൻ കഴിഞ്ഞു. അത് വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്ന അഭിമാനത്തോടുകൂടി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരൊറ്റ വാക്ക് മാത്രമേ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളൂ. ഞാൻ എൻ്റെ 33 വർഷത്തെ പൊതുപ്രവർത്തനം ഈ സമൂഹത്തിന് വേണ്ടിയായിരുന്നു. അതിൽ 20 വർഷക്കാലം ഏറ്റുമാനൂരിന് വേണ്ടിയായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടിയായിരുന്നു. നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരുവനായി, നിങ്ങളുടെ സഹോദരനായി, സഹായിയായി, സ്നേഹിതനായി, സമപ്രവർത്തകനായി എപ്പോഴും വിളിച്ചാലും ഫോൺ വഴി കേൾക്കുന്ന ഏതെങ്കിലും കാരണവശാലും പഠിക്കാൻ കഴിയുമെങ്കിൽ തിരികെ വിളിക്കുന്ന കർശനമായ നിർദ്ദേശത്തിന്റെ ഓഫീസിൽ നൽകി അങ്ങനെ പ്രവർത്തിക്കുന്ന എന്നെ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. നൂറുകണക്കിന് പ്രവർത്തകരാണ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തിയത്.